ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിൽ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രൈഡ് റൈസ് ഒരു ചൈനീസ് വിഭവമാണ്. നമുക്കതൊരു ഇൻഡോ ചൈനീസ് രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം. സോ ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ് ആദ്യം കാണിക്കുന്നത്. എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട് വേറെയും ഇല വേറെയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ ഇതിലേക്ക് ആവശ്യമുള്ള റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസാണ് ഇവിടെ കാണുന്നത്. ഇത് തമ്മിൽ ഒട്ടാതിരിക്കാനാണ് നമ്മൾ ഇത് അരമണിക്കൂർ കുതിർത്ത് വെക്കുന്നതും അതിന് ശേഷം നമ്മളിത് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഓവർ കുക്ക്ഡ് ആവാതെ വേവിച്ച് തണുപ്പിച്ചെടുക്കുന്നു. തണുത്ത് കിട്ടുന്ന റൈസാണ് നമുക്ക് ഏറ്റവും തണുത്തതിന് ശേഷം തമ്മിൽ ഒന്നും ഒട്ടാതെ കിട്ടുന്ന റൈസാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഒരു പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് പച്ച ചവയൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊട്ടിപ്പോവാതെ ഓവർ കുക്ക്ഡ് ആവാതെ നമുക്ക് വേവിച്ച് എടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 80% മാത്രമേ അരി നമ്മളങ്ങനെ വേവിച്ചെടുക്കേണ്ടതുള്ളൂ. ബാക്കി നമ്മൾ വെജിറ്റബിൾസും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ റൈസ് കറക്റ്റ് ഫോമിൽ വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് ബീൻസും ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തണ്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി നന്നായിട്ട് ഓവർ കുക്ക്ഡ് ആവാതെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഗ്രീനിഷ് കളറൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു കാണാനും കൂടി നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. സോ ഇതുപോലെ നമ്മൾ ഇത് ഓവർ കുക്ക്ഡ് ആവാതെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാനിത് വേറെ ചെയ്തെടുത്താലും മതി, എനിക്ക് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ച് ചേർത്ത് ഇത്തിരി ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കുറച്ച് സോയാ സോസും കുറച്ച് ഷുഗർ ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് വൈറ്റ് പെപ്പറും കൂടി ചേർത്ത് നമുക്കിവിടെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സോസ് ഇവിടെ ഞാൻ റൈസിലും കൂടി ചേർക്കുന്നുണ്ട്. ഇത്തിരി വൈറ്റ് പെപ്പറും റൈസിൻ്റെ കളറ് പോകാതിരിക്കാനാണ് നമ്മൾ വൈറ്റ് പെപ്പർ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത പെപ്പറും നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം നല്ല ഈവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ അരിയൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം. അരിയല്ല ചോറ് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം. ഇത് ബസ്മതി റൈസാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഫസ്റ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്രീനിഷ് ഭാഗം ഉണ്ടല്ലോ സ്പ്രിംഗ് ഓണിയൻ്റെ, അതും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇവിടെ ഫ്രൈഡ് റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളെല്ലാ സാധനവും റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാൻ. അത് ആ ഓവർ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു ചൈനീസ് ഫ്ലേവർ നമുക്ക് കിട്ടും. സ്പ്രിംഗ് ഓണിയനും സോയാ സോസും വൈറ്റ് പെപ്പർ എല്ലാം കൂടി മിക്സ് ആകുമ്പം നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസ് തന്നെ നമുക്ക് വീട്ടിൽ കിട്ടും. സോ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.